ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വീട്ടിലായിട്ട് കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ടേ. അപ്പോൾ മുളക് ഞാൻ ഇടയ്ക്കൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ മുളക് പറിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു മൂടിൽ തന്നെ കുറേ കാന്താരി പിടിച്ചിരിക്കുന്നുണ്ട്. കാന്താരി മുളകില്ലേ, അത് കുറേ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊന്ന് പറിച്ചിട്ട് അത് ഉപ്പിലിട്ട് വെക്കാമെന്ന്. അത് ഒരുപാട് നാശമായിട്ട് പോവുകയാണ്. നാരങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അച്ചാറിടണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് കാന്താരി പറിച്ചിട്ട് വരാം. ഞാനൊരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം കാന്താരി പറിച്ചിട്ട് വരാം. ഞാൻ കാണിച്ചു തരാം. കുറേ നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിന്ന് പറിച്ചെടുക്കണം. ഇതെല്ലാം നമുക്കിന്ന് ഉപ്പിലിടാവേ. ഇതിൽ തന്നെ വീണ് പൊടിച്ച് വന്നതാണ് പുതിയൊരു തൈ. നല്ല ചെറുതുമുണ്ട്. ഇത് പക്ഷെ അത്യാവശ്യം ചെറിയ മുളകാണ്, ഒരുപാട് വലുതല്ല, ചെറിയ മുളകാണ്. എന്താ ഇത്രയൊക്കെ വലിപ്പമുള്ളൂ, ചെറുതാണ്. പച്ചയും ഉണ്ട്, നമുക്ക് രണ്ടും എടുക്കാം. ഞാൻ പാത്രം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പിന്നെ അതിനകത്തോട്ട് ഇടാം. ഫുള്ള് എടുക്കാം കേട്ടോ, എല്ലാം പറിച്ചെടുക്കാം. രണ്ടും എടുക്കുന്നുണ്ടേ. കുറച്ച് സമയമെടുത്ത് പതിയാണ് ഞാൻ മുളക് പറിച്ചെടുക്കുന്നത്. അതായത് ഇത് പഴുത്തിരിക്കുന്നതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞൊഴിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോ തണ്ടായിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സമയമെടുത്ത് പതിയാണ് ഇതെടുത്തത്. ഞാൻ പതിയെ ഇങ്ങനെ എടുത്തിട്ട് പോലും ഇതിൽ നിന്ന് ഇങ്ങനെ തണ്ടായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇതിൽ വേറെയും കുഞ്ഞു കുഞ്ഞു മുളകൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഒടിഞ്ഞ് നശിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പതിയെ ഓരോന്നോരോന്നായിട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ ഇതും ഇവിടെ നിന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും ഇങ്ങനെ പഴുത്ത് പോകും. അപ്പോൾ ഞാൻ അടിയിലൊരു മുളക് ഇവിടെ ഇങ്ങനെ അത് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, അത് മാത്രം ഇങ്ങനെ പഴുത്തിക്കുന്നത്, അതെടുക്കാം. നമുക്ക് ഒരു കിണ്ണം മുളക് കിട്ടിയേ. ഹലോ, അങ്ങനെ നമ്മൾ മുളകൊക്കെ പറിച്ച് കഴിഞ്ഞാൽ ഒരു കിണ്ണം മുളകാണ് കിട്ടിയത്. ഇതിപ്പം നമ്മൾ പുറത്തൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറേ റേറ്റ് ആവും കേട്ടോ, നല്ല റേറ്റ് ആവും. നമുക്കിനി ഇത് ഉപ്പിലിട്ട് വെക്കാം. ഉപ്പിലിട്ട് വെക്കുന്നത് മാത്രമല്ല, ഇന്ന് നമുക്ക് കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് നമുക്കിന്ന് അച്ചാറിടണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നൊന്ന് പുറത്ത് പോകണം, പുറത്ത് പോകാനുള്ള കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് പുറത്തൊക്കെ പോകണം. പോയിട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അച്ചാറിടുന്നത്. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിനി അടുത്ത പരിപാടിയിലോട്ടൊക്കെ പോകുന്നത്. നമ്മളിപ്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കാവേ. ഞാൻ അങ്ങനെ ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിനകത്ത് മുളക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാവേ. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് വയ്ക്കാവേ. എടുത്തിട്ട് ചെറിയൊരു ബോട്ടിൽ ഇടാനുള്ളതേ ഉള്ളേ. ഞാനതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ കാന്താരി മുളക് ഉപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് നാരങ്ങ അച്ചാറൊന്നും ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നാരങ്ങ അച്ചാർ ഇടുകയാണേ. ഇന്നിപ്പോൾ പിറ്റേ ദിവസമാണ്. അപ്പോൾ രാവിലെ ആയി, കുറച്ച് നേരം കഴിഞ്ഞൊരു 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ച് രാവിലെ തന്നെ നാരങ്ങ അച്ചാർ ഇടാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടേ. കറിവേപ്പിലയും പിന്നെ അതേപോലെ ഇതാ വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അമ്മ ഇവിടെ ഇതെല്ലാം നാരങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഉരുളി തന്നെ വെക്കാം അല്ലേ അമ്മ? നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പം നമുക്ക് അടുപ്പിൽ ഈ ഒരു ഉരുളിയിലായിട്ട് വെക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മുളകും എല്ലാം ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടേ. എവിടെ അമ്മ? വെക്കാം. നമ്മൾ പുറത്തിരുന്നിട്ട് അടുപ്പിലാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്, ഗ്യാസിൽ വെക്കുന്നില്ല. അടുപ്പിലാകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാം. ഗ്യാസിലാകുമ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കണം, പിന്നെ ലൈറ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്യാം. അപ്പം അമ്മ പെട്ടെന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാം. കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി എന്തൊക്കെയാണ്?
ബാക്കിയെല്ലാം എടുത്ത് വെച്ച് വെളുത്തുള്ളിയും കറിവേപ്പില പച്ചമുളക് പിന്നെ മസാല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. എണ്ണയും അച്ചാർ പൊടിയോ? അച്ചാർ പൊടി ഇല്ലമ്മ. നല്ലതുപോലെ പഴുത്തുപോയി നാരങ്ങ എല്ലാം ഇവിടെ ഇരുന്ന് എല്ലാം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി. പക്ഷെ വിറക് മാത്രം എടുത്തില്ല അടുപ്പ് കത്തിക്ക്. ബാക്കി എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നീടാണ് വിറകും തീപ്പെട്ടി ഒന്നും എടുക്കാതെ ഇവിടെ വന്നിരുന്നത്. അപ്പം നമ്മൾ വിറകെല്ലാം എടുത്ത് ഇതാ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ അടുപ്പ് കത്തിക്കാൻ പോകുന്നു. നമുക്ക് അടുപ്പ് കത്തിച്ച് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ആകുമ്പോഴേ കാറ്റൊക്കെ കിട്ടും. അകത്താകുമ്പോൾ ഒരു ഇരുള ഒഴിക്കാം ഗൈസ്. നല്ല എണ്ണയാണ് നമ്മൾ ഒഴിക്കുന്ന. ചട്ടി നല്ല ചൂടായില്ലേ. മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇടുകയാണ്. കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ കായപ്പൊടിയും കൂടി ഇടുകയാണ് കേട്ടോ. ആവശ്യത്തിന് കായപ്പൊടി കൂടി ഇടാം. നമുക്ക് പൊടികളെല്ലാം കൂടി ഒന്ന് നല്ലട അച്ചാർ ഇടുന്നു. നാരങ്ങ അച്ചാർ ശകലക്കൂടെ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മസാല നന്നായിട്ട് പച്ചമണം മാറിയല്ലേ അമ്മ. ഇനി നമുക്ക് നാരങ്ങ ഇടാൻ കഴിച്ചു. അമ്മയ്ക്കൊരു കോള് വന്നിട്ട് അമ്മ പോയിട്ട് വന്നു. അതായത് ഈ കല്ലാണ് അനങ്ങുന്നത്. മറ്റേ ഇതെവിടെ കൊങ്കി ആ പിടിക്കുന്നത് നീ അതൊക്കെ ഒന്ന് ചൂടായാൽ മതി. കുറച്ച് കായപ്പൊടി കൊണ്ട് അടി ഉപ്പ് തട്ടിപ്പോകും. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അടിക്കും. കായത്തിന് മണം ലേശം ഒന്ന് കുറവുണ്ട്. നീ തീട്ടോ ശകലം. അത്ര വിറവിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുറച്ചുകൂടെ റെഡി ആയില്ല. തീയിട്ടിട്ട് ചൂടാക്കണം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഉപ്പുണ്ടോ. ഉപ്പ് ചേരുവെള്ളം ഉണ്ടാ നോക്കി. നാരങ്ങ കുറച്ച് വെന്ത് പോയി. പഴുത്ത നാരങ്ങ അടിപൊളി സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കമ്മ. ഉപ്പൊക്കെ ഉണ്ടാന്ന് കൊള്ളാല്ലേ? എല്ലാം കറക്റ്റ്. കായം എല്ലാം സെറ്റായിട്ട്. പിന്നെ കുറച്ച് പുളിപ്പുണ്ടല്ലേ അമ്മ? നാരങ്ങ അമ്മ അകത്തോണ്ട് വെക്കും. നമുക്കിതിന്റെ ടിന്നിലൊക്കെ ആക്കാം. തണുത്തതിന് ശേഷം ടിന്നിലാക്കാവേ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയി. നമുക്ക് ബോട്ടിലാക്കി വെക്കാം. ബോട്ടിലാക്കാം അമ്മ. അച്ചാർ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഓക്കെ, ഇനി ബോട്ടിലാക്കി. താന്നിരി നേരെ ഓക്കെ സെറ്റ്.